വെള്ളത്തിനടിയിൽ എന്താ ഒളിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നമ്മുടെ മാറ്റ് വെച്ച് തപ്പി നോക്കിയാലോ. ഇന്ന് വന്നിരിക്കുന്നത് പുതിയ സ്പോട്ടിലാണ്. ഇവിടെ അധികം ആളുകളൊന്നും വരാറില്ല. അങ്ങനത്തെ സ്പോട്ടാണ് ഇന്ന് നമ്മൾ മാറ്റ് ഫിഷിങ്ങിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം അതുപോലുള്ള സ്പോട്ടിലാണ് എന്തെങ്കിലുമൊക്കെ ഹിഡൻ ട്രഷർ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് അത്യാവശ്യം ആഴമുള്ള സ്പോട്ടാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. എന്താണെങ്കിലും അത്യാവശ്യം നല്ല ദൂരത്തോട്ട് നമ്മുടെ മാറ്റ് പോയിട്ടുണ്ട്. അത്യാവശ്യം ആഴമുണ്ടെന്ന് തോന്നുന്നു. ഈ സൈഡിൽ നല്ല പുല്ലും കൂട്ടമൊക്കെയാണ്. ഇതിൻ്റെ അടിയിൽ വെള്ളമാണ്. നോക്കിയെന്നില്ല നമുക്ക് പണി കിട്ടും. നീന്തൽ അറിയത്തില്ലാത്തതുകൊണ്ട് നമുക്ക് വെള്ളത്തിൽ പോയാൽ പിന്നെ നോക്കണ്ട. എന്താണെങ്കിലും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അത്യാവശ്യം നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ മാറ്റ് അത്യാവശ്യം നല്ല ദൂരത്തോട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മാറ്റ് നമുക്ക് തിരിച്ചു വലിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഐറ്റം ഹുക്കാവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ വലിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നമ്മളെക്കകത്ത് വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഈ കാസ്റ്റിങ്ങിൽ കിട്ടിയ ഒരു വെറൈറ്റി ഐറ്റമാണ്. എന്തോ കമ്പി കൊണ്ട് വളച്ചുണ്ടാക്കിയ ഒരു ഐറ്റമാണ് നമുക്ക് ഈ കാസ്റ്റിങ്ങിൽ ഇവിടുന്ന് കിട്ടിയത്. ഇത് കണ്ടിട്ട് അത്യാവശ്യം പഴക്കമുണ്ടെന്ന് തോന്നുന്നു. നിറയെ തുരുമ്പുകളും കാര്യങ്ങളുള്ള ഒരു കുഞ്ഞ് ഐറ്റമാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. ഇത് കണ്ടിട്ട് എന്തായിട്ടെന്ന് എനിക്കൊരു പിടിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം കാണുന്നത്. ഈ വല്ല കള്ളന്മാരും പൂട്ട് കുത്തി തുറക്കാൻ ഉപയോഗിച്ച ഐറ്റമാണെന്ന് അറിയത്തില്ല. അവർ ഉപേക്ഷിച്ചാണെന്നും അറിയത്തില്ല. പിന്നെ കുറേ മാറ്റിൻ്റെ പൊടികളും. ഇവിടെ മാറ്റിൻ്റെ പൊടികൾ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് മാറ്റിൻ്റെ പൊടികൾ കിട്ടിയിട്ടുണ്ട്. അപ്പം എന്താണെങ്കിലും ആദ്യത്തെ ഹെവി ഐറ്റം നമുക്ക് ഈ കാസ്റ്റിങ്ങിൽ കിട്ടി. അപ്പോൾ അത്യാവശ്യം നല്ല ദൂരത്തിട്ട് നമ്മൾ പിന്നെയും കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഹെവി ഐറ്റം ഇവിടുന്ന് കിട്ടിയാലോ. ആണോ നമുക്കൊരു ഹെവി ഐറ്റം കിട്ടുന്നത്. നമ്മുടെ മാറ്റിന് അത്യാവശ്യം പവറുണ്ട്. 30 കിലോ പുള്ളിങ് വെയിറ്റ് ഉണ്ട് നമ്മുടെ മാറ്റിന് വെർട്ടിക്കലായിട്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പതുക്കെ വലിക്കുന്നത്. നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ഹെവി ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റിൽ ഫീലാകും. അപ്പം നമ്മളിങ്ങനെ പതുക്കെ വലിച്ചാൽ എന്തെങ്കിലും സൈഡിൽ കിടക്കുന്ന ഐറ്റമൊക്കെ നമ്മുടെ മാറ്റിൽ ഹുക്കാവുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് നോക്കാം എന്താണ് നമ്മളെക്കകത്ത് വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഹെവി ഐറ്റം ഒന്നുമില്ല. ഇനി വല്ല ചെറിയ ഐറ്റം ഉണ്ടെന്നാണ് നോക്കേണ്ടത്. നമുക്ക് ഈ കാസ്റ്റിങ്ങിൽ കിട്ടിയൊരു മെറ്റലിൻ്റെ പീസ് കണ്ടിട്ട് അത്യാവശ്യം പഴക്കമുണ്ടെന്ന് തോന്നുന്നു. നിറയെ തുരുമ്പുകളും കാര്യങ്ങളുള്ള ഒരു കുഞ്ഞ് ഐറ്റമാണ് കിട്ടുന്നത്. കുഞ്ഞ് ഐറ്റം എന്ന് പറയുമ്പോൾ നമുക്കിതൊക്കെ ഒരു വലിയ ഐറ്റമാണ്. കാരണം ഇതുപോലത്തെ ഐറ്റങ്ങളൊക്കെ ഈ വെള്ളത്തിനടിയിൽ ഉണ്ടെന്ന് ആരും പ്രതീക്ഷിക്കില്ലല്ലോ. അപ്പം എന്തായാലും നമുക്കൊരു ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് എന്തിൻ്റെയോ പാർട്സ് ആണെന്ന് തോന്നുന്നു. അപ്പം ഐറ്റം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഏകദേശം ഒരു എപ്പിസോഡ് വീഡിയോ എടുക്കാനായിട്ട് 1-2 മണിക്കൂർ എടുക്കും. കാരണം ഇതുപോലത്തെ 10, 20, 30 തവണയൊക്കെ കാശ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോരോ കുഞ്ഞ് ഐറ്റങ്ങൾ കിട്ടുന്നത്. ഇടുന്ന ഉടനെ കിട്ടണമെന്നില്ല. അപ്പം എന്തെങ്കിലും ഭാഗ്യം പോലിരിക്കും ഇടുന്ന ഉടനെ ഐറ്റം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ദൂരത്തോട്ട് സ്പോട്ട് മാറ്റിയൊന്ന് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഹെവി ഐറ്റം വേറെ സ്പോട്ടിലുണ്ടായാലോ. ഇപ്പുറ സൈഡിലെല്ലാം നമ്മൾ ഓൾറെഡി കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് കുഞ്ഞു ഐറ്റങ്ങളൊക്കെയാണ് അവിടെ നിന്ന് കിട്ടിയത്. ഇവിടെ അത്യാവശ്യം പുല്ലും കൂട്ടമുണ്ട്. എന്തെങ്കിലും വെറൈറ്റി ഐറ്റം ഹെവി ഐറ്റം ഒക്കെ കിട്ടിയാൽ മിസ്സാവും. എന്തെങ്കിലും ചെറിയ ഐറ്റം കിട്ടിയാലേ മിസ്സാവാതിരിക്കത്തുള്ളൂ. നമുക്ക് അങ്ങോട്ട് നീങ്ങി നിൽക്കാൻ പറ്റത്തില്ല. പുല്ലൊക്കെ വളർന്നിട്ട് ചതുപ്പ് പോലെ കിടക്കുകയാണ്. നമ്മൾ ചവിട്ടുന്ന വെള്ളത്തിനാണെങ്കിൽ എപ്പോൾ വെള്ളത്തിൽ പോയെന്ന് ചോദിച്ചാൽ മതി. അപ്പം നമുക്ക് നോക്കാം എന്താണ് നമ്മളെക്കകത്ത് വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുന്നത്. നമുക്ക് ഈ കാസ്റ്റിങ്ങിൽ പ്രത്യേകിച്ചൊന്നുമില്ല. സ്ഥിരം കിട്ടുന്ന കുറച്ച് മാറ്റിൻ്റെ പൊടികൾ. ഇവിടെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി മാറ്റിൻ്റെ പൊടിയുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അത് മാത്രമാണ് കിട്ടിയത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത സ്പോട്ടിൽ വരുമ്പോൾ കാണാം.